രക്ഷകാഗായക പാലക നമോ രക്ഷകാഗായക പാലക നമോ സ്നേഹത്തിൻ വീണയാൽ യേശുനാഥ വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം രക്ഷകാഗായക പാലക നമോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുക കുറച്ച് ദുരിതങ്ങളെക്കുറിച്ചാണ്. കൊറാസിൻ, നിനക്ക് ദുരിതം. കഫർനാമേ, നീ വലിയതാണെന്ന് വിചാരിക്കുന്നുവോ? നീ എല്ലാത്തിനേക്കാൾ താഴെയാക്കപ്പെടും. ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്ത് പിഴച്ചു? ഒരു സ്ഥലം എങ്ങനെ ശപിക്കപ്പെട്ടതായി മാറും? ആ സ്ഥലങ്ങൾ പാപം ചെയ്യുന്നില്ലല്ലോ. നാം വായിച്ചു കേൾക്കുകയാണ് വിശുദ്ധ സുവിശേഷത്തില്, കൊറാസിൻ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം. എന്തുകൊണ്ടാണ് ദുരിതമാവുന്നത്? ദുരിതമാവുന്നതിൻ്റെ കാരണം, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്ഥലം ശപിക്കപ്പെട്ടതാവുന്നത് അതിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പാപം നിമിത്തമാണ്. അവരുടെ പാപത്തിൻ്റെ പങ്ക് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ബത്സയിദ, കൊറാസിൻ ഇവയൊന്നും പാപം ചെയ്തിട്ടില്ലേ? അവിടെയുള്ള മനുഷ്യരാണ് പാപം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആയിരിക്കുന്ന വീടിനെ വെഞ്ചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ളത്. നമ്മൾ ആയിരിക്കുന്ന വീട്ടിലേക്കാണ് നമ്മുടെ നന്മയും തിന്മയും ഒഴുകിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശു മിശിഹാ തൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുക, നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ സ്വീകരിക്കാത്ത ഒരു നാടോ നഗരമോ ഉണ്ട് എങ്കിൽ അവിടെയുള്ള മണ്ണ് കാലിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലും കൊട്ടി അവിടെ ഇട്ടിട്ട് പോവുക. ആ അശുദ്ധൻ്റെ പിറകെ വരരുത്, ആ അശുദ്ധൻ്റെ പിറകെ വരരുത്. നമുക്ക് വേണ്ടത് ഒരു രാജ്യവും ആ രാജ്യത്തെ തന്നെ അതിൻ്റെ സ്ഥലം കൊണ്ട് അശുദ്ധമല്ല. അത് അശുദ്ധമോ ശുദ്ധമോ ആകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ മണ്ണിലേക്ക് ഇഴപിരിച്ചേർന്ന് നടക്കുമ്പോഴാണ്. കണ്ടിട്ടില്ലേ ധന്യന്മാരായ വിശുദ്ധന്മാരായ താപസന്മാരെ? അവരാരും ചെരുപ്പ് ഉപയോഗിക്കാറില്ല. നിഷ്പാതുക കർമ്മലീത്ത സഭയെന്ന് പോലും പറയാറുണ്ട്. കാരണം അവർ മണ്ണോട് മണ്ണ് ചേർന്ന് നടക്കുന്ന മനുഷ്യരാണ്. ആ മണ്ണിലേക്ക് അവരുടെ ദിവ്യത കടത്തി വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മണ്ണിലേക്ക് ബാധിക്കുന്നു എന്ന്, നീ ആയിരിക്കുന്ന സ്ഥലത്തെ ബാധിക്കുന്നു എന്ന് വ്യക്തമായ ബോധ്യം ഉണ്ടാവണം. പലരും പറയാറുണ്ട്, അച്ചായി ഞങ്ങളുടെ കുടുംബത്തൊരു സമൃദ്ധി ഉണ്ടാവണില്ലല്ലോ, ഞാൻ ആയിരിക്കുന്ന പ്രദേശത്ത് സമൃദ്ധി ഉണ്ടാവണില്ലല്ലോ. എവിടെയാണാവോ നിൻ്റെ കുറവ്? അതിനെ വിശുദ്ധീകരിക്കുക. നിന്നിൽ എന്തെങ്കിലും അശുദ്ധിയുണ്ടോ? അശുദ്ധി എടുത്ത് മാറ്റുക. അത് നിൻ്റെ മണ്ണിലേക്ക് ഒഴുകിയിറങ്ങും, നിൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങും. അവിടെ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നീ അനുഗ്രഹങ്ങളായി കാണാതെ പോയി എന്നുള്ളതാണ് കർത്താവ് പറയുന്ന ദുരിതത്തിൻ്റെ മാനദണ്ഡം. എന്തുമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് കർത്താവ് കഫർനാമിൽ ചെയ്തത്. 40 ചില്ലാൻ അത്ഭുതങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ചിരുന്ന അത്ഭുതങ്ങൾ സോദോമിലോ ഗൊമോറയിലോ സംഭവിച്ചിരുന്നുവെങ്കിൽ അവ ഇന്നും നിലനിൽക്കുമായിരുന്നു എന്ന് വെച്ചാൽ ദൈവം നമ്മളിലേക്ക് തന്നുള്ള കൃപകൾക്കനുസൃതമായി നാം പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ജീവിക്കണം എന്നുള്ളതിൻ്റെ
അടയാളമാണ് കർത്താവ് പറയുക. അതല്ലാതെ കർത്താവ് ഒരു ദുരിതമുണ്ടാവട്ടെ, നിനക്ക് ദുരിതം എന്ന് പറയുകയല്ല. നീ ആയിരിക്കുന്ന പ്രദേശത്തിലേക്ക് നിൻ്റെ നന്മയും തിന്മയും ഒഴുകിയിറങ്ങുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് നന്മയുള്ള മനുഷ്യരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് തെറ്റിപ്പോയി ക്ഷമിക്കണമേ എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വഴിതെറ്റിയവർ നേർവഴിയിലേക്ക് തിരികെ വരാൻ പ്രാപ്തരാകേണ്ടതിന് അങ്ങേ സത്യത്തിൻ്റെ പ്രകാശം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുവല്ലോ. ക്രിസ്തീയ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെല്ലാം ആ ക്രിസ്തീയ നാമത്തിന് വിരുദ്ധമായവ വിട്ടുപേക്ഷിക്കാനും അനുയുക്തമായവ പിഞ്ചെല്ലാനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 7-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഒസിയാസിൻ്റെ മകനായ യോദാമിൻ്റെ മകനും യൂദാ രാജാവുമായ അക്കാസിൻ്റെ കാലത്ത് സിറിയ രാജാവായ റാസീനും ഇസ്രായേൽ രാജാവായ റൊമേലിയുടെ മകൻ ഫഖിയും ജെറുസലേമിൻ്റെ നേരെ സമരം ചെയ്യാൻ വന്നു. എന്നാൽ അവർക്ക് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. സിറിയ എഫ്രാമിനോട് ചേർന്നിരിക്കുന്നുവെന്ന് ദാവീദിൻ്റെ ഗോത്രത്തിന് അറിവ് ലഭിച്ചപ്പോൾ രാജാവിൻ്റെയും ജനങ്ങളുടെയും ഹൃദയങ്ങൾ കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. അപ്പോൾ കർത്താവ് ഇസയാസിനോട് അരുൾ ചെയ്തു, അക്കാസിനെ സന്ദർശിക്കാനായി നീയും നിന്റെ മകൻ ഷെയോഷിബുവും അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിയുടെ മേൽഭാഗത്തുള്ള കുളത്തിൻ്റെ വെള്ളപ്പാത്തിക്ക് സമീപം ചെന്ന് അദ്ദേഹത്തോട് ഇപ്രകാരം പറയണം: നീ സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകയുന്ന ഈ 2 മുറിക്കൊള്ളിയെക്കുറിച്ച് സിറിയ രാജാവായ റാസിൻ്റെയും റൊമേലിയുടെയും മകൻ്റെ ഉഗ്രകോപത്തെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട. എഫ്രാമിനെതിരായി സിറിയയും റൊമേലിയുടെ പുത്രൻ ദുരാലോചന നടത്തിയിരിക്കുകയാണ്. നമുക്ക് പോയി യൂദയെ ആക്രമിച്ചതിന് ശേഷം തബോലിൻ്റെ മകനെ അവിടെ രാജാവായി വാഴിക്കാം എന്ന് അവർ പറയുന്നു. എന്നാൽ കർത്താവ് തൽസമ്പന്നമായി അത് നടക്കുകയില്ല, അത് സാധ്യമല്ല എന്ന് അരുൾ ചെയ്തിരിക്കുന്നു. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസും ഡമാസ്കസിൻ്റെ ഭരണാധികാരി റാസീനുമാണ്. എഫ്രാമിൻ്റെ തലസ്ഥാനം സമരിയായും സമരയുടെ ഭരണാധികാരി റൊമേലിയുടെ പുത്രനുമാണ്. 65 സംവത്സരത്തിനകം എഫ്ര ഒരു ജനതയല്ലാതാകും. വിശ്വസിക്കുകയില്ലെങ്കിൽ നിങ്ങളും നിലനിൽക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. കർത്താവ് വലിയവനാകുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവിടുന്ന് സർവദാ സ്തുത്യർഹനാകുന്നു. അവിടുത്തെ വിശുദ്ധ പർവ്വതമാണ് കുന്നുകളിൽ വച്ച് മനോഹരം. ദൈവം തന്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. ദൈവം തൻ്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. അവിടുത്തെ വിശുദ്ധ പർവ്വതമാണ് ഭൂമിയുടെ ആനന്ദവും മഹാരാജാവിൻ്റെ നഗരവും. പ്രസ്തുത നഗരത്തിലെ പ്രസാദങ്ങളിൽ ദൈവമുണ്ട്. അവിടുന്ന് ഒരു ദുർഗം പോലെ പ്രശസ്തനാണ്. ദൈവം തൻ്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. ദൈവം തൻ്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി, അവർ ഒരുമിച്ചിതാ വരുന്നു. നഗരം കണ്ട് അവർ സ്തംഭിച്ചു പോകുന്നു. പരിഭ്രമിച്ച് അവർ ഓടിപ്പോകുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. ദൈവം തൻ്റെ നഗരത്തെ എന്നേക്കും സുസ്ഥിരമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദാസന്റെ നേർക്ക് പ്രശാന്തമായ മുഖം തിരിക്കണമേ. അങ്ങയുടെ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ വിശ്വസുവിശേഷം യഥായോഗ്യം പ്രഘോഷിക്കുന്ന എൻ്റെ ഹൃദയത്തെയും അധരങ്ങളെയും സ്വീകരിക്കുന്നവരുടെ മാനസങ്ങളെയും സംശുദ്ധമാക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. എൻ്റെ ബുദ്ധിയെയും എൻ്റെ അധരത്തെയും എൻ്റെ ഹൃദയത്തെയും വിശുദ്ധീകരിക്കണമേ. 11-ാം അധ്യായം 20 മുതൽ 24 വരെ വാക്യങ്ങൾ. അക്കാലത്ത് യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസിൻ, നിനക്ക് ദുരിതം! ബെത്സയിദ, നിനക്ക് ദുരിതം! നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടൈറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ? പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ അതിന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിൻ്റെ സ്ഥിതി നിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാവട്ടെ. ആമേൻ.
സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായി ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലിയെ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കീണപേക്ഷിക്കുന്ന സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിൻ്റെ വർധനയ്ക്ക് ഇടയാക്കുകയും ചെയ്യുമാറാവട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ്വ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മയനീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പരിശുദ്ധ അരുപെഴുന്നള്ളി ഒരു നിമിഷമാണിത്. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നമുക്ക് ഈ കാസയിലേക്കും പീലാസയിലേക്കും സമർപ്പിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞക്കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാവട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും
അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരായ എല്ലാ മെത്രാന്മാരോടും വൈദികഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും സഹോദരീ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും സ്നേഹിതരെയും ഉപകാരികളെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നമ്മുടെ ആവശ്യങ്ങൾ ഏതും അറിയുന്ന അവിടുത്തെ പക്കൽ ഇരുകരങ്ങളും ഉയർത്തി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും തിരുസഭയ്ക്കാകമാനവും സമാധാനവും ശാന്തിയും ഐക്യവും ലോകത്തിന് സൗഖ്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഈ പ്രാർത്ഥന കേട്ടള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ,
ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായി നമ്മൾ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ബലവാനായ കർത്താവേ, എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, കുരുകിൽ പക്ഷി ഒരു സംഗീതവും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കൂടും അങ്ങേ ആൾത്താരയിൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങേ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തത്തോടൊപ്പം ഞങ്ങളുടെ രക്ഷയുടെ ഫലവും വർദ്ധമാനമാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ക്രിസ്തുവിൻ്റെ സമാധാനത്തിലും ശാന്തിയിലും പോകുവിൻ.